ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് എൻട്രി കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഗ്രാജുവേറ്റ് എൻട്രി എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ബാച്ചിലർ ഗ്രാജുവേറ്റ് എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റർ ഗ്രാജുവേറ്റ് എൻട്രി ഉണ്ട്. ഇന്ത്യയിൽ ഹെൽത്ത് സയൻസ് റിലേറ്റഡ് അല്ലാത്ത കോഴ്സസ് പഠിച്ച എല്ലാ ബാച്ചിലർ ഹോൾഡേഴ്സിനും ഗ്രാജുവേറ്റ് എൻട്രി കോഴ്സ് വഴി ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലാസ്റ്റ് 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് കംപ്ലീറ്റഡ് ആണെങ്കിൽ, വേറെ സ്ട്രീം പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ സബ്ജക്റ്റിൽ അനാട്ടമിയോ ഫിസിയോളജിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവാം. ഈ ഹെൽത്ത് സയൻസ് റിലേറ്റഡ് കോഴ്സ് പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്കും രജിസ്റ്റേർഡ് നഴ്സ് ആവാം ഓസ്ട്രേലിയയിൽ. ബട്ട് അത് ഗ്രാജുവേറ്റ് എൻട്രി ലെവൽ തന്നെയാണ് കോഴ്സ് വരുന്നത്, മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ആയിരിക്കും. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവണമെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഓൾറെഡി BSc കംപ്ലീറ്റഡ് ആണെങ്കിൽ അവർക്ക് കുറച്ച് എക്സാമിനേഷൻ ഉണ്ട്. ആ ഒരു എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു 1 ഇയർ ഡ്യൂറേഷൻ വരുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ ഓസ്ട്രേലിയയിൽ പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി ആപ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡെസ്മ ഇന്റർനാഷണൽ നഴ്സിംഗ് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയും ചെയ്യുന്ന കൺസൾട്ടൻസിയാണെന്ന് പലർക്കും അറിയായിരിക്കുമല്ലോ. നമ്മൾക്ക് വരുന്ന എൻക്വയറീസിൽ ഒട്ടുമിക്ക കാൻഡിഡേറ്റ്സും ചോദിക്കുന്നത് ഓൾറെഡി ബാച്ചിലേഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് അല്ലാത്ത കോഴ്സസ് ആണ് അവർ പഠിച്ചത്, അവർക്ക് എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളതാണ്. ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് നഴ്സ് ആവുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. എന്നാൽ അവരുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് അല്ലാത്ത കോഴ്സസ് ഒക്കെ എടുത്തായിരിക്കും അവർ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡെസ്മ ഇന്റർനാഷണൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് എൻട്രി കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഗ്രാജുവേറ്റ് എൻട്രി എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ബാച്ചിലർ ഗ്രാജുവേറ്റ് എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റർ ഗ്രാജുവേറ്റ് എൻട്രി ഉണ്ട്. ബാച്ചിലർ ഗ്രാജുവേറ്റ് എൻട്രി ആണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലെ ഹെൽത്ത് സയൻസ് റിലേറ്റഡ് അല്ലാത്ത കോഴ്സസ് പഠിച്ച എല്ലാ ബാച്ചിലർ ഹോൾഡേഴ്സിനും ഗ്രാജുവേറ്റ് എൻട്രി കോഴ്സ് വഴി ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ട് സാധിക്കും. ബാച്ചിലർ ഓഫ് നഴ്സിംഗ് എന്നാണ് കോഴ്സിന്റെ പേര് വരുന്നത്. ബട്ട് അത് ഗ്രാജുവേറ്റ് എൻട്രി ലെവൽ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു ബാച്ചിലേഴ്സ് ചെയ്ത കാൻഡിഡേറ്റോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു കോഴ്സ് എടുത്ത് ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻറ് വിസയിൽ പോകാനായിട്ട് സാധിക്കും. ഹെൽത്ത് കെയർ റിലേറ്റഡ് അല്ലാത്ത കോഴ്സസ് പഠിച്ച ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. പ്രൊഫൈൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇടുക. എൻട്രി റിക്വയർമെന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. ഹെൽത്ത് സയൻസ് റിലേറ്റഡ് അല്ലാത്ത കോഴ്സസ് പഠിച്ചവരാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കരിയർ ഗ്യാപ്പ് ആണ്. നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് വിത്തിൻ 10 ഇയേഴ്സിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസ നോക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബാച്ചിലർ എൻട്രി ത്രൂ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. 2026 ഇൻടേക്കിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് കംപ്ലീറ്റഡ് ആണെങ്കിൽ, വേറെ സ്ട്രീം പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഏജ് 30 കഴിയാനായിട്ട് പാടില്ല. ഈ ഒരു 10 ഇയേഴ്സ് ഗ്യാപ്പ് നമ്മൾ പറയുമ്പോൾ തന്നെ അത് ആ ഒരു 30യുടെ ഉള്ളിൽ നിൽക്കും. 10 ഇയർ ഗ്യാപ്പ് അത് ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. നിങ്ങളിപ്പോൾ വർക്കിംഗ് ആയിരുന്നു എങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വേറൊരു പ്രൂഫും കാണിക്കാനായിട്ട് പറ്റില്ലെങ്കിൽ സ്റ്റുഡൻറ് വിസ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതല്ലാതെ നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണ്, സാലറി ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കോഴ്സിന്റെ ഇംഗ്ലീഷ് റിക്വയർമെന്റ് വരുന്നത് IELTS 7 ആണ്. ഇൻഡിവിജ്വൽ 7 വേണം. PT ആണ് നോക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ 65 or 66 റിക്വയർഡ് ആണ്. ഡ്യൂറേഷൻ വരുന്നത് 3 വർഷമാണ്. ഓൾറെഡി ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് എഗെയിൻ ഒരു ഡിഗ്രി ഓസ്ട്രേലിയ സജസ്റ്റ് ചെയ്യുമെന്നുള്ളത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത് ഹെൽത്ത് കെയർ റിലേറ്റഡ് അല്ലാത്ത കോഴ്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ഒരു ബാച്ചിലേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് കറക്റ്റ് ആണെങ്കിൽ വിസ റെഫ്യൂസൽസും ഉണ്ടാകുകയില്ല. നിങ്ങൾക്കത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. കോഴ്സ് ഫീസ് വരുന്നത് പെർ ഇയർ 15 to 20 lakhs ആണ്. 3 വർഷത്തെ കോഴ്സാണ് വരുന്നത്. ഷോമണി കാണിക്കേണ്ടതുണ്ട്. 1 ഇയർ ലിവിംഗ് കോസ്റ്റ് അക്കൗണ്ടിൽ ഷോമണി ആയിട്ട് കാണിക്കണം. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഷോമണിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫണ്ട് റിക്വയർമെന്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടവരാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് കണ്ടാൽ മതിയാവും. ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഗ്രാജുവേറ്റ് എൻട്രി ബാച്ചിലർ ഓഫ് നഴ്സിംഗിന്റെ ആയിരുന്നു. ഇനി അടുത്തത് വരുന്നതാണ് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ഗ്രാജുവേറ്റ് എൻട്രി. ഓൾറെഡി ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ
ബട്ട് അവരുടെ സ്പെഷ്യലൈസേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രീം വരുന്നത് ഹെൽത്ത് സയൻസ് റിലേറ്റഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ BSc ഒപ്റ്റോമെട്രിയോ BSc സൈക്കാട്രി, BSc ഫാർമസി, BPharm അങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് പഠിച്ചതെന്ന് അർത്ഥം. ചിലപ്പോൾ നിങ്ങളുടെ കരിക്കുലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ അനാട്ടമിയോ ഫിസിയോളജിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവാം. ഈ ഹെൽത്ത് സയൻസ് റിലേറ്റഡ് കോഴ്സ് പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്കും രജിസ്റ്റേർഡ് നഴ്സ് ആവാം ഓസ്ട്രേലിയയിൽ. ബട്ട് അത് ഗ്രാജുവേറ്റ് എൻട്രി ലെവൽ തന്നെയാണ് കോഴ്സ് വരുന്നത്. മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് മാസ്റ്റർ ഓഫ് നഴ്സിംഗിൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 2 വർഷത്തെ കോഴ്സാണ് വരുന്നത്. 2 വർഷത്തെ കോഴ്സിന് പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത് 16 മുതൽ 20 ലക്ഷം രൂപയായിരിക്കും. ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് IELTS ആണെങ്കിൽ ഇൻഡിവിജ്വൽ 7ഉം PT ആണെങ്കിൽ ഇൻഡിവിജ്വൽ 65ഉം ആണ് വേണ്ടത്. ഇനി ഈ 2 കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും ഒരു സ്വപ്നമാണ് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാന്നുള്ളത്. എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പല സ്ട്രീമിൽ കോഴ്സ് എടുത്ത് പഠിച്ചത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാത്വേ വഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഗ്രാജുവേറ്റ് എൻട്രി ലെവലായ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കോഴ്സോ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് കോഴ്സോ നിങ്ങൾക്കും എടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഈ കോഴ്സിൻ്റെ. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആപ്ര രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവണമെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഓൾറെഡി BSc കംപ്ലീറ്റഡ് ആണെങ്കിൽ അവർക്ക് കുറച്ച് എക്സാമിനേഷൻ ഉണ്ട്. ആ ഒരു എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു 1 ഇയർ ഡ്യൂറേഷൻ വരുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ ഓസ്ട്രേലിയയിൽ പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി ആപ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. ഇനി വരുന്നതാണ് സ്റ്റേ ബാക്ക്. ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 2 to 4 ഇയേഴ്സ് സ്റ്റേ ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസിനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സ്റ്റുഡൻറ്റ് വിസയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എലിജിബിൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് വേണ്ടിയിട്ടും വിസ അപ്ലൈ ചെയ്ത് അവരെയും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആൾക്കും അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന ആൾക്ക് പാർട്ട് ടൈം ജോബും ചെയ്യാനായിട്ട് സാധിക്കും. സോ 2026 ഇൻടേക്കിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. IELTS PTO ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ തരുന്ന കോച്ചിങ് ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. PTയുടെ കോച്ചിങ് അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റുഡൻറ്റ് വിസ എക്സ്പേർട്ട് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.